ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല നാടൻ ബീഫ് വരട്ടിയതാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള 1 കിലോ ബീഫാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുത്ത് കുക്കറിൽ എന്ത് ചെയ്യുക, നല്ലോണം വേവിക്കുക. ഓക്കെ, നമുക്ക് ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി മക്കളെ ഈ നല്ല നാടൻ ബീഫ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പം നല്ലോണം കുഴച്ച് അങ്ങോട്ട് എടുക്കുക. ഓക്കെ, 1 കിലോ ബീഫുണ്ട്. നല്ലോണം വിസിൽ വരുത്തുക. അപ്പം വിസിൽ വന്ന് അത് വേകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്കുള്ള സബോള, ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക. വഴറ്റി ഈ ഒരു നിറാവുന്നോടം വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വളരെ കുറച്ച് സാധനം മതി മക്കളെ, കേട്ടല്ലോ. നമ്മുടെ നീ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് സാധനം മതി, അധികം മസാലയൊന്നും വേണ്ട. 1 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ ഇനി 1 സ്പൂൺ ഇട്ടത്. അതേപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ബീഫ് മസാല അതും കുറച്ച് മതി, 1/2 സ്പൂൺ മതി. എന്താ വെച്ചാൽ അധികം കുത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മസാല കുത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മസാല കുത്തില്ലാതിരിക്കും വേണം, നല്ല അടിപൊളി ബീഫും വേണം കേട്ടോ. അതാ നമ്മൾ വേവിച്ചെടുത്ത ബീഫ് നല്ല നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ പറഞ്ഞ പോലെ നല്ല മൂറ്റുള്ള ബീഫാണ് മക്കളെ. അതുകൊണ്ട് അത് വേവിച്ചെടുക്കാം കുറേ സമയമെടുത്തു. അത് ഈ വഴറ്റി വെച്ച മസാലയിലേക്ക് അങ്ങ് ഇട്ടങ്ങ് ഇളക്കിയതാ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? എനിക്ക് കൊതിയാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടോ? വളരെ കുറച്ച് സാധനം മതി മക്കളിങ്ങനെ അടിപൊളി ബീഫ് ഉണ്ടാക്കിയെടുക്കുക. ഇതാ നമ്മുടെ അടിപൊളി ബീഫ് വരട്ടിയത് കേട്ടോ. പറയുമ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇനിയും കാണാം. ടാറ്റാ.